ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു സിമ്പിളായി നല്ല ടേസ്റ്റിയായി എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് കറി തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിനായി 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് കുക്കറിലേക്ക് ആക്കി അതിലേക്ക് മീറ്റ് മസാല, കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ചേർത്ത് ലേശം ഉരുളൻകിഴങ്ങും വെള്ളമൊക്കെ ചേർത്ത് വേവുള്ള വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ് പകുതി ഒഴിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പുറത്തേക്ക് വരും. എന്നിട്ട് അതൊന്നൊരു 5 വിസിൽ വരെ അടുപ്പിക്കാം. പിന്നെ ഒരു കടായി വെച്ചിട്ട് എണ്ണ ഉലുവ ഒന്ന് വറക്കുക. പിന്നെ വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരകം ഇവയുടെ പേസ്റ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ തക്കാളി ഇട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുക. ആദ്യമായി വോയിസ് കൊടുത്ത് അങ്ങനെ ഒരു പരിചയമില്ല, അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഒന്ന് തക്കാളി വാട്ടി വന്നാൽ നമുക്കത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ബീഫിൽ, നമ്മൾ വേവിക്കാൻ വെച്ച ബീഫിലും വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് തിളക്കുമ്പോൾ നമ്മൾ ബീഫ് ഇതിക്ക് ഇട്ട് കൊടുക്കുക. ഉരുളൻകിഴങ്ങും ബീഫും പാടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി മറിച്ച് ഒന്നുകൂടെ വേവിക്കുക. വെള്ളം ഒഴിച്ച് നമ്മൾ കുറച്ചൊന്ന് വേവിക്കണം കേട്ടോ, ആ മസാല ഒന്ന് വേവുന്നവരെ. എന്നിട്ട് നല്ല ടേസ്റ്റിയായ ബീഫ് കറി തയ്യാറായി. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയതാണ്. രാത്രിയൊക്കെ കുക്ക് ചെയ്യുന്നവർക്ക് എളുപ്പമാണ് തയ്യാറാക്കാൻ പറ്റിയത്. ഞാൻ പഴംപൊരിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പൊറാട്ടയുടെ കൂടി ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.